നമുക്ക് വന്ദനായ മാത്യുസ് ബാബച്ചൻ്റെ മധുര ഭാഷണത്തിലെ പ്രാർത്ഥനകളിലെ 28-ാം ദിവസം നടത്തിയ പ്രാർത്ഥന വായിക്കുകയാണ്. അത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് വാതിൽ തുറന്നു തരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധയോടെ വചനം കേൾക്കുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: സ്തുതികളിൽ പ്രാബല്യപ്പെട്ടിരിക്കുന്ന കർത്താവേ, നിനക്ക് സ്തുതി. അതിശയങ്ങളിൽ സമ്പന്നനായ കർത്താവേ, നിനക്ക് സ്തുതി. അനുതാപികളിൽ അനുഗ്രഹങ്ങളെ ധാരാളമായി വാരി വിതർന്നവനായ കർത്താവേ, നിനക്ക് സ്തുതി. വിനീതന്മാരിൽ തൻ്റെ സിംഹാസനം സ്ഥാപിക്കുന്നവനെ, നിനക്ക് സ്തുതി. അത്യഗാധമായ കരുതലും വിചാരവും തൻ്റെ മക്കളെക്കുറിച്ച് സദാപി തന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നവനെ, നിനക്ക് സ്തുതി. കർത്താവെ, മഹാഭാവിയായ അടിയനോട് കരുണ തോന്നണമേ. കർത്താവെ, വേണ്ടതെല്ലാം അവിടുന്ന് അറിയിക്കുകയും അവയെല്ലാം കുറവ് കൂടാതെ നിക്ഷേപിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നവനെ, നിനക്ക് സ്തുതി. കർത്താവെ, തിരുവചനത്താൽ അടിയനെ നീ ധന്യനാക്കി നിർത്തിക്കൊള്ളണമേ. ആമീൻ. ഇത് ഞാൻ വളരെ യാദൃശ്ചികമായിട്ടെടുത്ത ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്ന് നമ്മൾ പഠിക്കുവാനിരിക്കുന്ന വചനത്തിൻ്റെ സാരാംശത്തിൻ്റെ പല കാര്യങ്ങളും ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പിതാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: അത്യഗാധമായ കരുതലും വിചാരവും തൻ്റെ മക്കളെക്കുറിച്ച് സദാപി തന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നവനെ, നിനക്ക് സ്തുതി. ഈ തിരിച്ചറിവ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണം. ഇന്നത്തെ വചനത്തിൻ്റെ സാരാംശത്തിൽ ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയാണ്: കർത്താവെ, വേണ്ടതെല്ലാം അവിടുന്ന് അറിയിക്കുകയും അവയെല്ലാം കുറവ് കൂടാതെ നിക്ഷേപിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ അനന്തമായ ദൈവിക സാരാംശങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതം എന്നുള്ള രീതിയിൽ മാത്രമേ പലരും ഇതിനെ കണ്ടിട്ടുള്ളൂ. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു മഹാസംഭവം. എന്നാൽ യോഹന്നാൻ ഇത് വിശദീകരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ യോഹന്നാൻ്റെ ഉദ്ദേശം മറ്റ് സുവിശേഷകന്മാർ എന്തു പറയുന്നു എന്നതിനപ്പുറമായിട്ട് കുറച്ചും കൂടെ ആഴത്തിലേക്കും ഗഹനത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ അത്ഭുതത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ തന്നെ, ഞാൻ അത്ഭുതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, യോഹന്നാൻ ഉപയോഗിക്കുന്നത് അടയാളം എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് ഈ സംഭവം എന്ന് പറയാം. ഈ സംഭവത്തിൽ മറ്റ് സുവിശേഷന്മാരൊക്കെ കർത്താവ് അപ്പം വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നതിന് മുമ്പ് പന്തി പന്തിയായി ഇരുത്തണമെന്ന് പറയുന്നു. യോഹന്നാൻ ശ്ലീഹ അങ്ങനെയൊന്നും പറയുന്നില്ല. അവരോട് ഇരിക്കാൻ പറ എന്നേ പറയുന്നുള്ളൂ.
അതിൻ്റെ അർത്ഥം പന്തിയായി അല്ല ഇരുന്നത് എന്നല്ല, വൃത്തിയായിട്ടും ഭംഗിയായിട്ടുമാണ് ഇരുന്നത്. യോഹന്നാൻ ശ്ലീഹായ്ക്ക് സാക്ഷിക്കുവാൻ വേറെ പല കാര്യങ്ങളുമുണ്ട്. പന്തിയായി ഇരിക്കുക എന്നുള്ളത് മറ്റ് സുവിശേഷന്മാർ പറഞ്ഞു പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഞാനൊരു ഉദാഹരണമായിട്ട് ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പറയുവാൻ വന്ന കാര്യം, ഇതിനകത്ത് അനേകായിരം ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് 6-ാം അധ്യായം ഓരോ വചനവും വായിച്ച് തന്നെ നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാം. അതിനായിട്ട് ദൈവമാതാവിൻ്റെയും യോഹന്നാൻ ശ്ലീഹായുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ അവരുടെ സാന്നിധ്യവും തൃത്വ സാന്നിധ്യവും ഒക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ബോധത്തോടു കൂടി ഇരുന്ന് നമുക്ക് ഈ വചനങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കാതോർക്കാം. ഈ പ്രവചനങ്ങളെ വായിച്ച് കേൾക്കുന്നവനും വായിക്കുന്നവനും അവയെ പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ എന്ന വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തെ ധ്യാനിച്ചുകൊണ്ട് വചനങ്ങളുടെ വികാസനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശപ്രദമാകുവാൻ വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി കർത്തൃപാദത്തിൽ മറിയ ഇരുന്നതുപോലെ ഇരുന്നുകൊണ്ട് ഇത് വെളിവാക്കി തരണമേ. വചനങ്ങളുടെ സാരാംശം എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പ്രകാരം ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു വചനം അയച്ചു തന്നു. നമുക്കൊന്ന് വായിച്ച് തന്നെ തുടങ്ങാം. കാരണം എനിക്കും ഇത് ഒരു അത്ഭുത വാക്യം തന്നെയാണ്. അതുകൊണ്ട് വചനങ്ങൾ തുറന്നു കിട്ടണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു. വായിക്കാമോ? 6-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ ചെങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടതിനും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. കൊലോസ്യർ 4-ന്റെ 3-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. കൊലോസ്യർ 4:3 വാക്യം. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അതായത് വചനത്തിൻ്റെ സാരാംശങ്ങൾ വെളിപ്പെടണമെങ്കിൽ ഒരു കൂട്ടായ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് വാതിൽ തുറന്നു തരുന്നതനുസരിച്ച് വചനങ്ങൾ വിളമ്പിത്തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അധ്യായത്തിലും, അതായത് 6-ാം അധ്യായത്തിലും അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു, അവർ അത് കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കൊടുക്കുന്ന ശിഷ്യന് അത് വിളമ്പുവാൻ ഉള്ള ഉത്തരവാദിത്വമാണ് ഉള്ളത്. വൃത്തിയായിട്ടും ഭംഗിയായിട്ടും വിളമ്പത്തക്കവണ്ണം ശിഷ്യന്മാർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ആണ് നമ്മളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ബോധ്യത്തോടുകൂടി നമുക്ക് വചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. 6-ാം അധ്യായം ഇപ്രകാരമാണ് തുടങ്ങുന്നത്. അനന്തരം യേശു തിബിരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. തിബിരിയാസ് എന്ന് പറയുന്ന കടൽ, നിങ്ങൾ യെരുശലേമിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. ഈ ഗലീല കടൽ, തിബിരിയാസ് കടൽ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അക്കരയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. ഒരു കടലിന് അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. അപ്പോൾ ഇതൊരു കടൽ എന്ന് പറഞ്ഞാലും ഒരു തടാകമാണ്, വളരെ വീതിയുള്ള ഒരു തടാകം. എനിക്ക് തോന്നുന്നു ഒരു 7 മൈലെങ്കിലും വീതി കാണുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തടാകം വളരെ ശാന്തമായൊരു തടാകമാണ്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴാണെന്നറിയത്തില്ല ഇത് പ്രക്ഷുബ്ധമാവും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു തടാകമാണ് ഗലീല തടാകം, അല്ലെങ്കിൽ ഗലീല കടൽ, അല്ലെങ്കിൽ തിബിരിയാസ് കടൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പല ശുശ്രൂഷകളും നിർവഹിച്ചിട്ടുള്ള ഒരു തടാകമാണ് ഗലീല തടാകം. ഗലീല തടാകത്തിൽ വള്ളത്തിൽ കയറി അവൻ മാറിയിരുന്ന് കരയ്ക്ക് ജനങ്ങൾ അടുത്തുകൂടും. ആ സമയത്ത് അവൻ അവരെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു രീതി കർത്താവിനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ യേശു ഈ ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഈ ജനമെല്ലാം പുറകെ പോയി. ഒന്നാലോചിച്ച് നോക്കണം. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ പോയി. വലിയൊരു പുരുഷാരം എന്ന് പറഞ്ഞാൽ
അതിൻ്റെ വ്യാപ്തി പിന്നീടാണ് സുവിശേഷകന്മാർ പറയുന്നത്. 5000 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും. അപ്പോൾ ഒരു മിനിമം 2 കുഞ്ഞുങ്ങളെ വെച്ചോ. ഇന്നത്തെ കാലത്തെ പോലെ അല്ല, അന്ന് അതിലും കൂടുതലുണ്ട്. എന്നാൽ തന്നെയും എത്ര പേര് വരും? 5000 10,000. 10,000-ന് 2 വെച്ച് കുഞ്ഞുങ്ങളെ വെച്ച് കൂട്ടുമ്പോൾ അവിടെയും വരും 10,000. ഏകദേശം 20,000 ആൾക്കാരുണ്ട്. അപ്പോൾ ആ കൺവെൻഷൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കർത്താവ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്കിത്രയും പേർക്ക് കേൾക്കാൻ എനിക്ക് ഈ മൈക്കിൻ്റെ സഹായം വേണ്ടി വന്നു. ഈ മൈക്കിൻ്റെ സഹായമില്ലാതെ ഇത്രയും ആളുകൾ, അല്ലെങ്കിൽ ഈ ശബ്ദധ്വനി എങ്ങനെ ഈ 20,000 പേരിലേക്ക് എത്തി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിന് പല ഉത്തരങ്ങൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിലൊന്ന്, ഈ കേൾക്കുക എന്ന് പറയുന്നതും അവനെ കാണുക എന്ന് പറയുന്നതും സ്പർശിക്കുക എന്ന് പറയുന്നതും അതുപോലെ രുചിക്കുക, മണക്കുക എന്നൊക്കെ പറയുന്ന പല നമ്മുടെ ആത്മ ഇന്ദ്രിയങ്ങളുടെ എന്താ പറയുന്നത്, നമ്മൾ മുമ്പേ ഒരു വാക്യം പഠിച്ചല്ലോ, വാക്യമല്ല ഒരു വാക്ക് പഠിച്ചില്ലേ, ഓർഗാനിക് സെൻസേഷൻ. ആ സെൻസേഷൻ കിട്ടുക എന്നുള്ളത് കേൾവി കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. ചിലർ വന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തൃപ്തിയുണ്ട്. ചിലരെ നമുക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നില്ലേ? ആ സ്നേഹബന്ധമുള്ളവരെ നമുക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുക, വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുക, വെറുതെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. ഇതെല്ലാം ഓരോ രീതിയിലുള്ള തൃപ്തിയുടെ ഭാവങ്ങളാണ്. അവസാനം ഇവിടെ പറയുന്നുണ്ട്, എല്ലാവരും തിന്ന് തൃപ്തരായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തൃപ്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സകലത്തിലും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന തൃപ്തി, അത് ഈ വലിയ പുരുഷാരത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തൃപ്തി പോരാ എന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ പിന്നെയും പുറകെ പോകുന്നത്. നമ്മളൊരു കാര്യം മടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് പൊതുവെ എല്ലാത്തിൻ്റെയും ഒരു നമ്മുടെ സ്വഭാവ രീതി, എല്ലാത്തിനോടുമുള്ള. ഈ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു കാര്യത്തിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും ഈ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കേട്ടിട്ടുണ്ടോ? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പം നമുക്കൊരു ഫോൺ നമ്മൾ പുതിയത് വാങ്ങിച്ചു 2 ദിവസം നമുക്കിതിന് ഒരു വലിയ ആവേശമാണ് ഇതുമായിട്ട്. പക്ഷേ 3-ാമത്തെ ദിവസം ഇതിനോട് മടുപ്പ് തുടങ്ങും. വലിയ സാധാരണ ഫോൺ പോലെ ആവും. വലിയ വിലയായതുകൊണ്ടാണ് നമ്മൾ വേറെ വാങ്ങിക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ വേറെ പോയി വാങ്ങിച്ചേനെ. വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഈ തിയറി പറയുന്നത്, നല്ല വിശന്നിരിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ ഉരുള ചോറ് കഴിക്കുന്ന അത്രയും രുചി 2ാമത്തെ ഉരുളയ്ക്ക് കിട്ടില്ലെന്നാണ്. അതുകൊണ്ടാണ് ആ രുചി കുറഞ്ഞു വന്ന് അവസാനം നമ്മൾ മതി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ തിയറി എഴുതിയ ആൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സെപ്റ്റ്. നിങ്ങൾ സ്പിരിച്വാലിറ്റി ആയിട്ടൊന്നും പെടുത്തണ്ട, സ്പിരിച്വാലിറ്റി ഒന്നുമല്ല, കർത്താവല്ല, ഒന്നുമല്ല. എക്സെപ്റ്റ് ഒരു സാധനം. ഏതാണെന്നറിയാമോ? ഏതാ? പണം. എക്സെപ്റ്റ് ഫോർ മണി എന്ന് എഴുതിയിട്ടുണ്ട്. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. ഈ കർത്താവിനെ കണ്ട് അറിഞ്ഞ് തൊട്ട് മണത്ത് ഒക്കെ തൃപ്തരായ ഒരു വലിയ ജനാവലിയുണ്ട്. ഇവൻ്റെ പുറകെ അങ്ങ് പോവുകയാണ്. എവിടെ പോയാലും പുറകെ പോവുക. പടക് പിടിച്ചെങ്കിൽ പടവ് പിടിച്ച്. കർത്താവിലപ്പോൾ ഒന്ന് ധ്യാനിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ ഒക്കെ ആയിരിക്കും പോയത്. പക്ഷേ ജനമെല്ലാം അവൻ്റെ പിന്നാലെ ചെല്ലുകയാണ്, ഒരുപാട് ജനം. ഇത് ഒരു ശരിയായ ആധ്യാത്മികൻ്റെ ലക്ഷണമാണ്. ജനം ശരിയായ സ്പിരിച്വാലിറ്റി ഉള്ളിടത്ത് അങ്ങോട്ട് ചെല്ലും. കാരണം ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. പ്രകാശത്തിലേക്കാണ് ആളുകൾ അടുക്കേണ്ടത്, അല്ലാതെ പ്രകാശം ആളിലേക്ക് ചെല്ലുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളിത് എത്തിക്കാനാണ് നോക്കുന്നത്. എത്തിക്കണ്ടെന്നല്ല, പക്ഷേ എത്തിച്ചു കഴിഞ്ഞാൽ അതിലെ സത്യത്തെ അന്വേഷിച്ച് ജനം അങ്ങോട്ട് ചെല്ലണം. ഒരു ശരിയായ ആധ്യാത്മികനെ തിരിച്ചറിയേണ്ടത് അവിടെയാണ്. അവിടേക്ക് ആളുകൾ അങ്ങോട്ട് ചെല്ലും.
അതാണ് യേശുവിൻ്റെ പുറകെ ആളുകൾ വലിയൊരു പുരുഷാരം പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറ്റി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. ശ്രദ്ധിച്ചോളണം, രണ്ട് രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി കർത്താവിനുണ്ട്. അതായത് ഈ ജലതടാകത്തിൻ്റെ ആ സമാധാനതയിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി ഉണ്ട്. അതുപോലെ തന്നെ മലമുകളിൽ ഉള്ള പ്രബോധനങ്ങളുണ്ട്. ഇതിന് രണ്ടിനും പ്രത്യേകമായൊരു ആധ്യാത്മിക നിലവാരമുണ്ട്. അതായത് ഉയർന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ സാധ്യത മാത്രമല്ല, ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഉയർച്ചയും കൂടെയാണ്. പക്ഷേ പ്രദേശത്തിൻ്റെ ഉയർച്ചയിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് വചനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. അതായത് ഞാനൊരിക്കൽ 10-20 വർഷം മുമ്പാണ് അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് പോയി. അവിടെ നമുക്കൊരു ആശ്രമമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നാൾ താമസിക്കുകയാണ്. ഈ അട്ടപ്പാടിയിൽ നിന്നും വീണ്ടും ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള വേറൊരു സ്ഥലമുണ്ട്. അട്ടപ്പാടി തന്നെ വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ കിടക്കുന്ന സ്ഥലമാണ്. നല്ല തണുപ്പാണ്, നല്ല ശാന്തമായ പ്രദേശമാണ്. എന്നാൽ അവിടെ നിന്നും വീണ്ടും ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള മറ്റൊരു സ്ഥലമുണ്ട്. വരടിമല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, വരടിമല. അപ്പോൾ അവിടെ നമുക്കൊരു കുഞ്ഞ് ചാപ്പലുണ്ട്. അപ്പോൾ അവിടെ ആ ചാപ്പലിൽ എല്ലാ മാസത്തിൽ ഏതോ ഒരു ശനിയാഴ്ചയോ മറ്റോ വിശുദ്ധ കുർബാന ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോയി കുർബാന ചൊല്ലാൻ ആഗ്രഹിച്ചിട്ട് അവിടെ ചൊല്ലി. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ആധ്യാത്മ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തത അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ബോധ്യമായി. അങ്ങനെ പറയുമ്പോൾ മറ്റ് വിശുദ്ധ ബലി സമർപ്പിക്കുന്ന ഇടങ്ങളിൽ എന്തോ കുറവുണ്ട് എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മികമായ ഒരു എന്താ പറയുന്ന അനുഭൂതി എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ മാനസികമായിട്ട് തോന്നുന്നതായിരിക്കാം, അല്ലാതെയായിരിക്കാം. പക്ഷേ നിങ്ങളതിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആ കുർബാന ചൊല്ലുന്ന സ്ഥലത്തെ ചാപ്പലിൽ കൂടി മേഘം കയറി ഇറങ്ങും. അങ്ങനെയാണ് അതിൻ്റെ അനുഭവം. അപ്പം നമ്മൾ തിരിഞ്ഞ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ മേഘപടലങ്ങളാണ് കാണുന്നത്. പുറത്തെ പടിഞ്ഞാറ് വാതിലിൽ കൂടി ആകാശ വിധാനവുമാണ് കാണുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നുകയാണ്, ഇത് ഈ ആകാശവിധാനത്തിൽ ഏലീശ ബാല്യക്കാരനോട് യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ വലിയൊരു സൈന്യം അരാം രാജാവിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഏലീശയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് ഇവൻ കാണുന്നത് പോലെ മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും വലിയൊരു സംഘം ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ആത്മാവിൽ കാണുവാനുള്ള കൃപ ലഭിക്കും. ഞാൻ പറഞ്ഞത്, അവിടെ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ ചില ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ, അപ്പോൾ യേശുരാൻ മലയിൽ കയറി ശിഷ്യന്മാരുടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശുരാൻ മലയിൽ കയറി ഇരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 2-ാം വാക്യം. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ഇതൊരു സിംഹാസനമാണ് പീഠം എന്ന് പറയുന്നത്. യേശുരാൻ മലയുടെ മുകളിൽ പോയി ഇരുന്നു, പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു റാബി പഠിപ്പിക്കുന്ന രീതിയാണ് മലയുടെ മുകളിൽ പോയി ഇരുന്നു എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം ആ പറയുന്ന ആൾ റാബിയാണ്. ആ പറയുന്നതിനപ്പുറത്തോട്ട് വേറൊരാൾ ചോദ്യം ചോദിക്കത്തത് പോലുമില്ല. അത്രയ്ക്ക് അതോറിറ്റേറ്റീവായി പറയുന്ന ഒരു കാര്യത്തിനെയാണ് പീഠത്തിലിരുന്ന് പറയുക എന്ന് പറയുന്നത്. പീഠം എന്ന് പറയുന്ന ഒരു പ്രത്യേക കസേരയല്ല. ഇപ്പോൾ മർത്തോമായുടെ സിംഹാസനം, അല്ലെങ്കിൽ പത്രോസിൻ്റെ സിംഹാസനം, അന്ത്രയോസിൻ്റെ സിംഹാസനം, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മൾ കാണുന്ന ഒരു ലൗകികമായൊരു സിംഹാസനമല്ല. ഇതൊരു ആത്മീയ പടിയാണ്, ഒരു ഉയർച്ചയുടെ അനുഭവമാണ് ഈ സിംഹാസനം എന്ന് പറയുന്നത്.
അപ്പോൾ യേശുമ്പുരാൻ മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരുന്നു. അവിടം തൊട്ടാണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ യോഹന്നാൻ ഈ അടയാളം പറയുന്നതിന് ഈ പെസഹ എന്നുള്ള സംഭവം ഇവിടെ ഇടയ്ക്ക് കുത്തിക്കയറ്റിയത് വളരെ ബോധപൂർവമാണ്. കാരണം മറ്റുള്ള ശിഷ്യന്മാരാരും അക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ യോഹന്നാന് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. യഹൂദന്മാരുടെ പെസഹ അടുത്തിരുന്നു. നമ്മൾ പെസഹയെ പറ്റിയുള്ള പല പഠനങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നീട് ദീർഘമായിട്ട് പഠിക്കും. പെസഹ എന്ന് പറയുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു പെരുന്നാൾ പോലല്ല. കൂടാരപ്പെരുന്നാളും പെന്തിക്കോസ്ത് പെരുന്നാളും പിന്നീടാണ് പെസഹ പെരുന്നാളുമാണ് പ്രധാന പെരുന്നാൾ എങ്കിലും ഈ പ്രധാന പെരുന്നാളുകളിൽ അവരുടെ മനസ്സിൽ വളരെയധികം ജീവനുറ്റതായി നിന്നിരുന്നത് ഈ പെസഹ പെരുന്നാളാണ്. കാരണം എന്താണ്? അവർക്കിതിനോട് വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. മറ്റ് കൂടാരപ്പെരുന്നാളും പെന്തിക്കോസ്ത് പെരുന്നാളിനെ പോലെ അതിനേക്കാളിൽ കുറച്ചും കൂടെ ഒരു വൈകാരിക അടുപ്പമുണ്ട്. കാരണം അടിമത്തത്തിൽ കിടന്നിരുന്ന തങ്ങളെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ആ വൈകാരികത എന്ന് പറയുന്നത് ഇത് വെറും ഒരു ഓർമ്മ പുതുക്കലല്ല. നമ്മൾ ഓർമ്മയെപ്പറ്റി പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലേ? അനംനേസിസ് എന്നുള്ള വാക്ക് വെച്ച് ഈ ഓർമ്മ എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വിശുദ്ധ കുർബാനയിലെ ഓർമ്മയെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ ആ വിശുദ്ധ കുർബാനയിലെ ഈ ഓർമ്മ എന്നുള്ള വാക്ക് വന്നത് ഈ പെസഹായുടെ ഈ പെരുന്നാൾ ആഘോഷം യഹൂദന്മാർ ഈ രീതിയിൽ നടത്തിയത് കൊണ്ടാണ്. ഏത് രീതിയിൽ? ഇവർ ഒരു വൈകാരിക ഭാവത്തോടുകൂടി അവർ തന്നെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാണ് അല്ലെങ്കിൽ ആഘോഷിച്ചാണ് ഇത് നടത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇപ്പോൾ യേശുവിൻ്റെ കാലത്ത് പെസഹ പെരുന്നാൾ നടക്കുമ്പോൾ യഥാർത്ഥ പെസഹ പെരുന്നാൾ സംഭവിച്ചിട്ട് എത്ര കാലമായി? ഏകദേശം 1000 വർഷത്തോളമായി. 1000 വർഷത്തോളമായിട്ടുണ്ട്. അവർ ഈ 1000 വർഷം കഴിഞ്ഞ് ഇത് ഓർക്കുമ്പോഴും അവർക്ക് ഇതൊരു വെറും ഓർമ്മയല്ല. ഇവർ ആ സംഭവത്തിലോട്ട് ചെന്നും കയറും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം വായിക്കണം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യനിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതെന്ന് നീ ആ ദിവസത്തിൽ നിൻ്റെ മകനെ അറിയിക്കണം. എന്തുവാണ്? ഒന്നുകൂടെ വായിച്ചേ. ഞാൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം നിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിൻ്റെ മകനോട് അറിയിക്കണം. അതായത് പെസഹ കൊണ്ടാടുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. നമ്മൾ ഇടയ്ക്കെപ്പോഴോ പഠിച്ചതാണ്. ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ അത് വിശദമായിട്ട് പഠിക്കേണ്ടി വരും. അതായത് പെസഹായുടെ സന്ധ്യയുടെ അന്ന് എന്താണ് ഇവർ ചെയ്യുന്നത്? ഒരുക്ക നാളിൻ്റെ അന്ന് 3 മണിക്ക് ആടിനെ അറുക്കും. ദേവാലയത്തിൽ അതിനെ കൊണ്ട് അറുത്ത് വേവിച്ച് വീടുകളിൽ കൊണ്ടുവന്ന് വീടുകളിലെ മൂപ്പനും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കും. അതിൽ ഇളയ മകൻ അപ്പനോട് ചോദിക്കും. എന്ത് ചോദിക്കും? അപ്പാ, ഈ രാത്രി മറ്റുള്ള രാത്രിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ സന്ധ്യ മറ്റുള്ള സന്ധ്യകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു രീതിയാണ്, ചടങ്ങാണ്. അങ്ങനെ ചോദിക്കണം. കച്ച കൊടുക്കട്ടെ, കച്ച വാങ്ങിക്കട്ടെ എന്നൊക്കെ ചോദിച്ചില്ലെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൻ പറയും, ഇത് മിസ്രൈമിൽ നിന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയായിട്ടാകുന്നു എന്ന് പറയണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് നമ്മുടെ പിതാക്കന്മാർ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനല്ല കർത്താവ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, 8-ാം വാക്യം. പറയേണ്ടത് അങ്ങനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ പെസഹ പിന്നീട് കൂടുകയാണ്, ഓർമ്മയായിട്ട് കൂടുകയാണ്. കൂടുമ്പോൾ
ആ വീട്ടിലെ ഉടയവൻ എങ്ങനെയാണ് പറയേണ്ടത്? നമ്മുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സംഹാരദൂതനാൽ ഇസ്രായേൽ മക്കളെല്ലാം രക്ഷിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് എന്നാണല്ലേ പറയേണ്ടത്? അതല്ലേ കറക്റ്റ്? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? പക്ഷെ അങ്ങനല്ല പറയാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? നീ അത് വായിച്ചു നോക്കിയൂ. ഞാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യനിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിൻ്റെ മകനോട് അറിയിക്കണം. അതായത് 1000 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ പെസഹ കൂടുമ്പോഴും ആ വീട്ടിലെ ഉടവൻ പറയേണ്ടത് എന്താണ്? ഞാൻ, അതായത് ഞാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ. ശരിക്കും അയാൾ പുറപ്പെട്ടോ? അയാൾ പുറപ്പെട്ടിട്ടില്ല. പക്ഷെ പറയേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രമാത്രം ആ സംഭവത്തോട് ഈ ഗ്രഹനാഥൻ അതിലേക്ക് ചെന്നം കയറുക. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ, മനസ്സിലാകേണ്ടിയ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഹീസ് ടൈം ട്രാവലിംഗ് ടു ദ പെർട്ടിക്കുലർ ഈവൻ്റ് എന്ന് പറയും. ടൈം ട്രാവൽ എന്ന് കേട്ടിട്ടുണ്ടോ? ടൈം ട്രാവൽ കേട്ടിട്ടുണ്ടോ? ഈ ടൈം ട്രാവൽ തന്നെയാണ് ഈ അനംനേസിസ്, ഓർമ്മ. നമ്മൾ ഈ ഓർമ്മയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഓർമ്മ എന്ന് പറയുന്നത് ഒരു സംഭവം നടന്നു കഴിഞ്ഞെങ്കിലും ആ സംഭവം അതേ ആത്മാവിൽ, അതേ ഭാവത്തിൽ, അതേ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആയിത്തീരുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിൽ അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്, അല്ലാതെ വേറൊരു സംഭവമായിട്ട് കൊണ്ടാടുകയല്ല. അതുകൊണ്ടാണ് ഈ പെസഹ പെരുന്നാളിൽ ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, വീട്ടുടയവൻ പറയേണ്ടത് നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്നല്ല, ഞാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ. 1000 വർഷം കഴിഞ്ഞിരുന്ന് കൂടുന്ന പെസഹയാണെങ്കിലും ഇങ്ങനെയാണ് പറയേണ്ടത്. ഞാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യനിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്തത് എന്ന് നീ ആ ദിവസത്തിൽ നിൻ്റെ മകനോട് പറയണം. അത് ഏത് ദിവസം കൊണ്ടാടിയാലും അങ്ങനെ പറയാവൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ യഹൂദനും ഈ പെസഹ എന്ന് പറയുന്ന ദിവസത്തിൽ അവൻ ടൈം ട്രാവൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയിലിട്ടൊരു ഓർമ്മയായിട്ട് കൊണ്ടാടുകയല്ലിത്. അവൻ വൈകാരികമായി അതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ അതേ അനുഭവം കിട്ടുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, വീണ്ടും വീണ്ടും പറയുകയാണ്, എത്ര കേട്ടാലും നിങ്ങളങ്ങ് ഉറച്ചിരിക്കുവാൻ വേണ്ടിയാണ്. ഈ ദേവാലയത്തിന് ചുറ്റും ഒരു നദിയുണ്ടെങ്കിൽ, ഒരു നദി വട്ടത്തിൽ കിടക്കുകയാണ്. നദി എന്ന് പറയുമ്പോൾ അത് ഒഴുകണം, പക്ഷെ വട്ടത്തിൽ കിടക്കുന്ന നദി ഒഴുകുമെന്ന് ചോദിച്ചാൽ ഒഴുകില്ല. അങ്ങനെ ഒരു നദി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 2020 ഒരാൾ വന്ന് പടിഞ്ഞാറ് വശത്ത് ആ നദിയിലേക്ക് ഇറങ്ങി. 2022 വേറൊരാൾ തെക്ക് വശത്ത് വന്ന് ഇറങ്ങി. 2023 വേറൊരാൾ വന്ന് കിഴക്ക് വശത്ത് കാലെടുത്ത് വെച്ചു. വേറെപ്പോഴോ വടക്ക് വശത്ത് വന്ന് ഒരാൾ നദിയിലിറങ്ങി. ഈ 4 പേരും 4 സമയത്താണ് 4 ദിക്കുകളിലാണ് ഇതിലിറങ്ങിയെങ്കിലും അവർ ഇറങ്ങിയത് ഒരേ നദിയിലായതിനാൽ ആ നദിയിലെ വെള്ളത്തിൻ്റെ കുളിർമ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും അവരുടെ കാലിൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് അനുഭവപ്പെടുക. ഇതേ സംഗതിയാണ് അനംനേസിസ് എന്ന വാക്കുകൊണ്ട് പിതാക്കന്മാർ ഈ വിശുദ്ധ കുർബാനയെ കാണുന്നത്. കർത്താവ് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതേ സംഗതി തന്നെയാണ് യഹൂദന്മാർ പെസഹായ്ക്ക് ചെയ്തിരുന്നതും. അതുകൊണ്ടാണ് ഈ പെസഹ സന്ധ്യ തന്നെ കർത്താവ് തൻ്റെ സ്ഥാപന വചനങ്ങൾ പറഞ്ഞ് വിശുദ്ധ കുർബാന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ 2000 കൊല്ലം മുമ്പ് എന്നോ മരിച്ച ഒരാളെപ്പറ്റിയുള്ള ബുദ്ധിപരമായ ഒരു ഓർമ്മ പുതുക്കലല്ല, മറിച്ച് അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായതിൻ്റെ ആ സംഭവത്തോട് നമ്മൾ പങ്കാളികളാകുവാണ്. മറ്റൊരു സമയത്താണെന്നുള്ളതേ ഉള്ളൂ. ആത്മാവിൽ നമ്മൾ അന്ന് കൂടെ ഉണ്ടായിരുന്നു. ആത്മാവിൽ നമ്മളന്ന് കർത്താവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കർത്താവ് ഏറ്റ എല്ലാ പീഡനങ്ങൾക്കും എല്ലാ സഹനങ്ങളും നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള
പല പാപങ്ങൾക്കും അന്നേ കർത്താവ് അത് മുന്നമേ കണ്ട് പരിഹാരകനായി. ഇതറിഞ്ഞാണ് നമ്മൾ ഈ ഓർമ്മയിൽ പങ്കെടുക്കേണ്ടതും. ഇത് തിരിച്ചറിയുമ്പോഴാണ് ആ ഓർമ്മയിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് ജലധാരകൾ ഒഴുകേണ്ടതും. ആ ഓർമ്മയിലേക്ക് ഇറങ്ങിച്ചെന്നാലേ നമുക്ക് ആ അനുഭവത്തിൻ്റെ സിദ്ധി കിട്ടത്തുള്ളൂ. യഹൂദന്മാർ പെസഹ അനുഷ്ഠിച്ചതും അതുപോലെയായിരുന്നു. അപ്പോൾ അതിനേക്കാളിൽ പെസഹായുടെ പെസഹ അല്ലേ, ആ പെസഹ കർത്താവ് നീക്കിക്കളഞ്ഞു. പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിഹ, അത് നീക്കി കഴിഞ്ഞിട്ട് അതിനേക്കാളിൽ വലിയ പെസഹ, യഥാർത്ഥ പെസഹ കർത്താവ് സ്ഥാപിച്ചു തന്നപ്പോൾ അവിടെ എല്ലാ അടുപ്പവും കർത്താവിനോട് സാമീപ്യവും എല്ലാം ഉണ്ട്. പഴയ നിയമത്തിൽ അതൊന്നുമില്ല. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും കൊടുങ്കാറ്റ്, കൂരിരുൾ, മേഘതമസ്. എടുത്തേ എബ്രായ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അന്ന് ഈ പർവ്വതത്തിനും തീ കത്തുന്നതിനും ഈ ശബ്ദമൊക്കെ ഈ യഹൂദന്മാർക്ക് ഭയമാണ്, അല്ലെങ്കിൽ മോശയുടെ ഇസ്രായേൽ മക്കൾക്ക് ഭയമാണ്. പർവ്വതത്തോട് അവർക്ക് അടുക്കാൻ ഇവർക്ക് പേടിയാണ്. ഇപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, അതിൻ്റെയൊന്നും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനി നിൽക്കില്ല, താങ്ങത്തില്ല. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഇവരെ വലിയ ഗ്രൂപ്പായിട്ട് പോവുകയല്ലേ. എത്ര പേരുണ്ട്? ഏകദേശം 6 ലക്ഷം ആൾക്കാരുണ്ട്. 6 ലക്ഷം ആൾക്കാരെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി മൃഗസമ്പത്തുണ്ട് ഇവർക്ക്. ഇവർ ഇതിനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പം പർവ്വതത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ഒരു മൃഗത്തെയും പർവ്വതത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുത്, അതിനടുക്കരുത്. ഇതൊന്നും പ്രാക്ടിക്കലി അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കിവിടെ നിന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് അത്ര പെട്ടെന്ന് പിടികിട്ടില്ല. ഒരു പശുവിനെ അഴിച്ചു വിട്ട് നോക്ക്, അന്നേരം അറിയാം. ഇവിടെ കുറേ ആടുകളില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഒരു ദിവസം ഇതുവഴി കയറി ഇറങ്ങിപ്പോയില്ലേ. അതിനെ നമുക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല ചില സമയത്ത്. അപ്പോൾ ഇതൊന്നും അവർക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞു, അവർക്ക് മനസ്സിലാവുന്നില്ല, സഹിച്ചുകൂടാഞ്ഞു. എന്നിട്ടോ, ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഏത് കാഴ്ച? പർവ്വതം തീ കത്തുകയാണ്, പർവ്വതത്തിൻ്റെ മുകളിൽ തീ കത്തിക്കൊണ്ടേയിരുന്നു. ആ കാഴ്ച ഭയങ്കരമായിരുന്നു. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ആ പേടിയൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട. എത്ര മനോഹരമായ ഒരു വാക്യാന്നറിയാതെ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ഓർമ്മ. അത് യഥാർത്ഥമായി നമ്മൾ വൈകാരികമായി എന്ന് പറഞ്ഞാലും ശരിയാവത്തില്ല, ആത്മാവിൽ തന്നെ അത് ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ശരീരം പോലും ആ സ്ഥലത്ത് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നത്. അതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്തുമാത്രം ശുദ്ധീകരിക്കപ്പെടും എന്ന് എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് എബ്രായ ലേഖനം 9-ാം അധ്യായം 13-ാം വാക്യം എന്ന് വായിച്ചു. 9-ാം അധ്യായം 13-ാം വാക്യം. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇപ്പം പെസഹ എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉത്സവം പോലെയല്ല, വളരെ വൈകാരികമായ ഒരു ഉത്സവമായിരുന്നു.
യോഹന്നാൻ ശ്ലീഹ മാത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പെസഹ ശരിക്കും കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ശനി സന്ധ്യ. ആ ശനി ശാബത്തും വലുതുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് പെരുന്നാളുകൾ ശനിയാഴ്ച വരുമ്പോഴാണ് വലിയ പെരുന്നാൾ അല്ലെങ്കിൽ വലിയ സന്ധ്യ എന്നൊക്കെ പറയുന്നത്.